യേശുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിൻസെഷൻ ജൂബിലി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ജൂബലാത്തെ എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ലൂക്കാസ് സുവിശേഷം 13-ാം അധ്യായം 6, 7, 8, 9 തിരുവചനങ്ങളിൽ യേശു ഫലം തരാത്ത അത്തിവൃക്ഷത്തെക്കുറിച്ചുള്ള ഉപമ നമ്മളോട് അരുളി ചെയ്യുന്നുണ്ട്. അവിടെ 9-ാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ്: മേലിൽ ഫലം അത് നൽകിയേക്കാം, ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഫലം തരാത്ത അത്തിവൃക്ഷത്തെ വെട്ടിക്കളയാമെന്ന കൃഷിക്കാരനെക്കുറിച്ചാണ് നമുക്ക് ഈ വചനത്തിൽ ധ്യാനിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഫലം തരാത്ത അത്തിവൃക്ഷം നമ്മൾ ഓരോരുത്തരുമാണ്. എന്ത് ഫലമാണ് ദൈവം ആഗ്രഹിക്കുന്ന ഫലം? ഇവിടെ സുവിശേഷത്തിൽ യേശു സംസാരിക്കുന്ന ഫലം പശ്ചാത്താപമാകുന്ന ഫലത്തെക്കുറിച്ചാണ്. പാപത്തെക്കുറിച്ച് ഈ ലോകത്തിൽ പശ്ചാത്തപിക്കുന്ന ഒരു മകൻ ഉണ്ടെങ്കിൽ ആ മകൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല എന്ന് ഈ ലോകത്തെ അറിയിക്കാൻ വേണ്ടിയാണ് യേശു ഈ ഉപമ അരുളി ചെയ്തത്. ഈ ലോകത്തിൽ പാപം ചെയ്യാത്തവരായിട്ട്, പാപത്തിൽ വീണു പോകാത്തവരായിട്ട് ഒരു മനുഷ്യൻ പോലുമില്ല. എല്ലാവരും പാപത്തിൽ വീണു പോകുന്നു. പാപം ചെയ്യാനുള്ള സാധ്യത നമുക്ക് ചുറ്റും ധാരാളമായിട്ടുണ്ട്. എന്നാൽ പാപത്തിൽ തകർന്നു പോകുന്ന മനുഷ്യന് രക്ഷപ്പെടാനായിട്ട് ദൈവം നമ്മുടെ മുമ്പിൽ ഒരു വലിയ മാർഗം ഒരുക്കി തരികയാണ്. പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞ ഒരു മാർഗം. ഈ പശ്ചാത്തപിക്കുന്ന വ്യക്തി ഫലം നൽകുന്ന അത്തിവൃക്ഷത്തെ പോലെയാണ് എന്ന് യേശു നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുന്നു. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ പാപം ചെയ്തിട്ട് പശ്ചാത്തപിക്കാൻ മനസ്സില്ലാതെ കണ്ട് അവൻ പാപത്തിൽ തുടർന്നുകൊണ്ടേയിരുന്നാൽ അവൻ്റെ ജീവിതം നാശത്തിന് അടിമയാകും എന്ന് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. ഈ ഉപമ അരുളി ചെയ്യുന്നതിന് മുമ്പായിട്ട് യേശു 2 സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങളിലാണ് ഈ 2 സംഭവങ്ങളെ യേശു സൂചിപ്പിക്കുക. ഒന്ന്, ജെറൂസലേമിൽ ബലിയർപ്പിക്കാനായിട്ട് വന്ന ഗലീലിയക്കാരായ മനുഷ്യർ. അവർ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പീലാത്തോസിൻ്റെ പട്ടാളക്കാർ വന്ന് പെട്ടെന്ന് ഈ ബലിയർപ്പകരായ ഗലീലിയക്കാരെ വധിക്കാൻ ഇടയായി. അപ്രതീക്ഷിതമായിട്ട് അവരുടെ ജീവിതത്തിൽ മരണം കടന്നു വന്നു. അവരാരും പ്രതീക്ഷിച്ചില്ല തങ്ങൾ ഈ ബലിയർപ്പണത്തോടു കൂടെ നശിക്കുമെന്ന് അവരാരും പ്രതീക്ഷിച്ചില്ല. അവർക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ച് പല പ്ലാനുകളും പദ്ധതികളും ഉണ്ടായിരുന്നു. ഈ ബലിയർപ്പിക്കണം, തിരിച്ചു പോകണം, ഗലീലയിൽ ചെന്ന് പല കാര്യങ്ങളും ചെയ്യണം എന്നെല്ലാം അവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ആഗ്രഹിച്ചതൊന്നും നടത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ യേശു ഓർപ്പിക്കുകയാണ്, സീലോഹായിൽ ഒരു ഗോപുരം ഇടിഞ്ഞു വീണ് ആ ഗോപുരത്തിൻ്റെ അടിയിൽ 18 പേര് അമർന്ന് മരിക്കാൻ ആയിട്ടിടയായി. ആ ഗോപുരത്തിൻ അടിയിൽ വീണ് തകർന്ന് മരിച്ച ഈ മനുഷ്യർ അവരാരും തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ ഇതുപോലെ മരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്രതീക്ഷിതമായ രീതിയിൽ അവരുടെ ജീവിതത്തിൽ സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് അവരെ നശിപ്പിച്ചു. ഇതുപോലെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലും സംഭവിക്കാൻ പോകുന്നത്. ആർക്ക് സംഭവിക്കാൻ പോകുന്നത്? യേശു പറയാണ്, പശ്ചാത്തപിക്കുന്നവർക്ക് സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. അവർ നിശ്ചയിക്കാത്ത സമയത്ത്, അവർ ആലോചിക്കാത്ത സമയത്ത്, കണക്ക് കൂട്ടാത്ത സമയത്ത് മരണം പെട്ടെന്ന് വന്ന് സംഭവിക്കാം. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ അവരുടെ ജീവിതം നശിച്ചു പോകുന്നു. ഇതുപോലെ ഒരു നാശത്തിൻ്റെ മുമ്പിലേക്ക് വഴി തുറന്നിടുന്നതാണ് പശ്ചാത്തപിക്കാത്ത ഒരു വ്യക്തിയുടെ അവസ്ഥ എന്ന് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, യേശു നമ്മളെ ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിൽ
ഇങ്ങനെ നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു പറയുകയാണ്, പശ്ചാത്തപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. പശ്ചാത്തപിക്കുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. 15-ാം അധ്യായം 7-ാം തിരുവചനം. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ പശ്ചാത്തപിക്കുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ളത്. പശ്ചാത്തപിക്കുന്ന ഒരു വ്യക്തി, അവൻ പാപിയാണെങ്കിലും ദൈവത്തിന് സന്തോഷമുണ്ട് അവനെക്കുറിച്ച്. എന്നാൽ പശ്ചാത്തപിക്കാത്ത ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിന് എപ്പോഴും ദുഃഖമാണ്. കാരണം അവൻ്റെ ജീവിതം നാശത്തിലേക്ക് വഴി തുറന്നിട്ടിരിക്കുകയാണ്. എന്നാൽ പശ്ചാത്തപിക്കുന്ന ഒരു മനുഷ്യനോ, അവൻ രക്ഷയിലേക്ക് വഴി തുറന്നിരിക്കുന്നു. ദൈവം അവനെ രക്ഷിക്കാൻ കൈനീട്ടുന്നു. ദൈവം അവന് രക്ഷയുടെ കവാടം തുറന്നു കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ദിവസം നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയും നമ്മുടെ എല്ലാവരുടെയും ആലോചനയും ഇപ്രകാരമായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും പശ്ചാത്തപിക്കാൻ ദൈവം അവസരം തരുന്നുണ്ട്. നമുക്ക് അവസരം തരുന്നതനുസരിച്ച് നമ്മൾ പശ്ചാത്താപത്തിലേക്ക് കടന്നു വരണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തകനായ ദാവീദ് പശ്ചാത്താപം എന്താണ് എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. സങ്കീർത്തനം 51:17 ഇങ്ങനെയാണ് നമ്മൾ കാണുക. ദാവീദ് സങ്കീർത്തകൻ പറഞ്ഞു, തകർക്കപ്പെട്ട ഹൃദയം, ഉരുകിയ മനസ്സ്, കർത്താവ് അങ്ങ് അത് നിരസിക്കുകയില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. നുറുങ്ങിയ ഹൃദയത്തെ കർത്താവ് ഉപേക്ഷിക്കുകയില്ല. ഈ തിരുവചനത്തിൻ്റെ അർത്ഥം നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം. 2 കാര്യങ്ങളാണ് ദൈവം സങ്കീർത്തകനായ ദാവീദിലൂടെ ഓർപ്പിച്ചത്. 1 ഉരുകിയ മനസ്സ്, 2 തകർന്ന ഹൃദയം. മനസ്സ് ഉരുകുക, ഹൃദയം തകരുക. ഇത് രണ്ടും ഒരേ ഒരു കാര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുക. നമ്മുടെ മനസ്സ് ഉരുകുന്നതും നമ്മുടെ ഹൃദയം തകരുന്നതും എപ്പോഴാണ്? ദുഃഖം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മനസ്സ് ഉരുകുന്നതും ഹൃദയം തകരുന്നതും. ഈ ദുഃഖം എന്തിനെക്കുറിച്ചുള്ള ദുഃഖമാണ്? യേശു ഓർപ്പിക്കുകയാണ്, ദൈവം ഓർപ്പിക്കുകയാണ്, ഈ ദുഃഖം നമ്മൾ ചെയ്ത പാപത്തെക്കുറിച്ചുള്ള ദുഃഖമാണ്. പാപത്തെക്കുറിച്ചുള്ള ദുഃഖമാണ്. ഞാൻ ചെയ്ത തെറ്റ്, ഞാൻ ചെയ്ത പാപം, അത് മൂലം ഞാൻ ദൈവത്തിന് ദുഃഖമുണ്ടാക്കി. അതുമൂലം ഞാൻ എൻ്റെ സഹോദരന്, എൻ്റെ സഹോദരിക്ക്, എൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ധാരാളം ഉണ്ടാക്കി. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ദുഃഖവും എൻ്റെ സഹോദരി സഹോദരന്മാരിൽ ധാരാളം വേദനയും ഞാൻ ഉളവാക്കി. അങ്ങനെ എൻ്റെ പ്രവൃത്തി ദുഃഖത്തിന് കാരണമായി, അനേകരുടെ ദുഃഖത്തിന് കാരണമായി, എൻ്റെ ദൈവത്തിൻ്റെ വേദനയ്ക്ക് കാരണമായി. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ അനേകം സഹോദരി സഹോദരന്മാരെ, എന്നെ ബഹുമാനിച്ചിരുന്ന, സ്നേഹിച്ചിരുന്ന, പരിഗണിച്ചിരുന്ന അനേകം സഹോദരി സഹോദരന്മാരെ വേദനിപ്പിക്കാനും ദുഃഖിപ്പിക്കാനും ഇടയാക്കി എന്ന ഒരു തിരിച്ചറിവ് എന്നിൽ ഉണ്ടാകുന്നതിനെയാണ് തകർക്കപ്പെട്ട ഹൃദയം, മുറിഞ്ഞ മനസ്സ്, ഉരുകിയ ഹൃദയം, ഉരുകിയ മനസ്സ് എന്നെല്ലാം സങ്കീർത്തകൻ വിളിച്ചത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരും കുമ്പസാരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ അനേകർ കുമ്പസാരിക്കുന്നു. എല്ലാ മതങ്ങളിലും കുമ്പസാരം അല്ലെങ്കിൽ കുമ്പസാരത്തിന് അനുസൃതമായ നടപടികൾ എല്ലാ മതങ്ങളിലും തന്നെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കുമ്പസാരത്തിന് പോകുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെയൊരു മനസ്സുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. നമ്മുടെ മനസ്സിൽ ഒരു തകർച്ച, നമ്മുടെ മനസ്സിൽ ഒരു ഉരുകിയ അവസ്ഥ, നമ്മുടെ മനസ്സ് മുറിഞ്ഞ, ഹൃദയം മുറിഞ്ഞ ഒരവസ്ഥ. എൻ്റെ സംസാരം, എൻ്റെ പ്രവൃത്തി,
എൻ്റെ സഹോദരങ്ങളിൽ വേദനയുളവാക്കി, ദുഃഖമുളവാക്കി, ബുദ്ധിമുട്ടുളവാക്കി, എൻ്റെ ദൈവത്തിൽ ഒത്തിരിയേറെ സങ്കടമുളവാക്കി എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അപ്പോഴാണ് നമ്മൾ ഒരു വ്യക്തിയോട് സോറി ചോദിക്കുന്നത്. സോറി എന്ന ഇംഗ്ലീഷ് പദം നമുക്കറിയാം. സോറോ എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ് സോറി എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായിരിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം സോറി ചോദിക്കുന്നത് എപ്പോഴാണ്? ദുഃഖമുണ്ടാകുന്നത് കൊണ്ടാണ് സോറി ചോദിക്കുന്നത്. എൻ്റെ ദൈവത്തെ വേദനിപ്പിച്ചു, എൻ്റെ സഹോദരങ്ങൾക്കൊത്തിരി ബുദ്ധിമുട്ടുണ്ടായി, എൻ്റെ പ്രവൃത്തി ദുഃഖത്തിന് കാരണമായല്ലോ എന്ന് ഞാൻ വേദനിക്കുന്നതാണ് എൻ്റെ പശ്ചാത്താപം എന്ന് പറഞ്ഞത്. ഈ പശ്ചാത്താപ മനസ്സ് ആരിലുണ്ടായോ അവനെ കർത്താവ് രക്ഷിക്കും. എത്രയോ വലിയ പാപം ചെയ്തവനാണ് ദാവീദ്. കൊലപാതകവും വ്യഭിചാരവും വലിയ 2 പാപം ചെയ്ത ആ മനുഷ്യൻ ദുഃഖിച്ചു. തൻ്റെ തെറ്റിനെ ഓർത്ത് ദുഃഖിച്ചു. ദൈവത്തെ വേദനിപ്പിച്ചതിന്, സ്വന്തം സഹോദരനെ നശിപ്പിച്ചതിന്, അതിനെ ഓർത്ത് ആത്മാർത്ഥമായി ദുഃഖിച്ചു. അത് അവൻ്റെ രക്ഷയ്ക്ക് കാരണമായി. അവനും അവൻ്റെ തലമുറകൾക്കും വന്നേക്കാവുന്ന നാശങ്ങളിൽ നിന്ന് അത് മോചിപ്പിക്കാനിടയായി. പ്രിയമുള്ളവരെ, ആരെല്ലാം ഈ ലോകത്തിൽ പശ്ചാത്തപിക്കുന്നു അവർ തകർന്നു പോകുകയില്ല, അവർ രക്ഷപ്പെടും. അവരെ കൈപിടിച്ചുയർത്താൻ ദൈവം കൂടെയുണ്ട്. ഈ സത്യം നമുക്കെല്ലാം തിരിച്ചറിയാം. ആ അനുഗ്രഹം ഈ ദിവസത്തെ ഈ ആത്മീയ ശുശ്രൂഷയിലൂടെ കരുണയുള്ള കർത്താവ് നിങ്ങൾക്കെല്ലാം നൽകട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എല്ലാ നേരവും സ്തുതി പാടും, ഓസ്തിയിൽ വാഴും ഈശോയ്ക്ക്. എല്ലാ നേരവും സ്തുതി പാടും, ഓസ്തിയിൽ വാഴും ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ആരാധന ആരാധന. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയാ 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 ആരാധന ആരാധന സ്തുതി 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 ഹല്ലേലൂയാ ഹല്ലേലൂയാ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അൾത്താരയിൽ ദിവ്യകാരുണ്യനാഥൻ എഴുന്നള്ളിയിരിക്കുന്ന ആ സന്നിധാനത്തിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. കാരുണ്യവാനായ കർത്താവിൻ്റെ കൃപയും കരുണയും ആ സ്നേഹവും
ദിവ്യകാരുണ്യത്തിൽ നിന്നും സ്വീകരിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രമിക്കാം. ഇതാ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യോസ് ലേഖനം 6-ാം അധ്യായം 10-11 തിരുവചനങ്ങളിൽ ഇങ്ങനെ നമ്മളെ ഓർപ്പിക്കുന്നു. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതം നിരന്തരമായ ഒരു ദൈവ ആരാധനയായിരിക്കണം. ഈ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥന, ആരാധന മുടക്കം വരുത്തിയാൽ, എവിടെ നമ്മൾ മുടങ്ങുന്നുവോ അവിടെ നമ്മളെ മുടങ്ങുന്ന ഇടങ്ങളിൽ വിള്ളലുണ്ടാക്കി, അവിടെ മതിലുകളിൽ വിള്ളലുണ്ടാക്കി, കവാടങ്ങളിൽ വിള്ളലുണ്ടാക്കി, കോട്ടകളെ തകർത്ത് അതിനുള്ളിൽ പ്രവേശിച്ച് പ്രതിസന്ധി സൃഷ്ടിക്കുക എന്നതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം. ആകയാൽ ആ തിന്മയുടെ ശക്തിയെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ ശക്തിയിൽ, അവൻ്റെ പ്രാഭവത്തിൽ കരുത്തുള്ളവരാകണം. ആ കരുത്ത് എവിടെയാണെന്നാണ് നമുക്ക് ലഭിക്കുക? സങ്കീർത്തകൻ ഇപ്രകാരം പറഞ്ഞു: അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. കർത്താവിനെ നോക്കണം, അവൻ്റെ മുമ്പിലിരിക്കണം, അവിടെ പ്രാർത്ഥനയിൽ ജാഗരിക്കണം. അപ്പോഴാണ് നമുക്ക് ആ കരുത്തും ആ ബലവും ആ ശക്തിയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കരങ്ങൾ നീട്ടാം. കർത്താവിൻ്റെ അരികിലേക്ക് നമുക്ക് വരാം. നിരന്തരമായ പ്രാർത്ഥനയായി, ആരാധനയായി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് രൂപാന്തരപ്പെടുത്താം. അത് നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ, പ്രാർത്ഥന ഉപേക്ഷിക്കുമ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിൽ തിന്മയുടെ ശക്തി അതിശക്തമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമ്മളെ തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്യും എന്ന സത്യം നമ്മൾ തിരിച്ചറിയുവാൻ കർത്താവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. ആകയാൽ ഈ നിമിഷം നമ്മുടെ കൈകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി കാരുണ്യവാനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതം ഒരു പ്രാർത്ഥനയായി, ഒരാരാധനയായി ഉയർത്താൻ നമുക്കെല്ലാവർക്കും ഇപ്പോൾ തയ്യാറാകാം. കർത്താവേ, ദിനവും പ്രാർത്ഥിക്കുന്നവരായി സദാസമയവും നിൻ്റെ സന്നിധിയിൽ ഒരാരാധനയായി ഈ ജീവിതത്തെ ഉയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോഴാണ് ഉന്നതത്തിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരിക. ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവസമൂഹത്തിൻ്റെ മേലാണ് പന്തക്കുസ്താ ദിവസം ആത്മാവ് ഇറങ്ങി വന്നതെന്ന് മറന്നു പോകാതിരിക്കുക. ആകയാൽ ആ ദൈവസന്നിധിയിലേക്ക് നമുക്ക് മടുപ്പ് കൂടാതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവിടുത്തെ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നമുക്ക് തയ്യാറാകാം. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം. നമുക്ക് ചേർന്ന് പാടാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം. കൈകളടിച്ച് ചേർന്ന് പാടാം. കർത്താവിൻ്റെ കൃപ, വിടുതലിൻ്റെ അനുഗ്രഹത്തിലേക്ക് നമ്മളെല്ലാം പ്രവേശിക്കട്ടെ. മടുത്തു പോകാതെ നിരന്തരം പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കരുണയും സ്നേഹവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപയായ അനുഗ്രഹമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാർത്ഥന മാറട്ടെ. അതിനായി ഈ സമയം
തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കു സൗഖ്യമായി. നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കു സൗഖ്യമായി. നമ്മുടെ രോഗങ്ങൾ വിട്ടുപോകുന്നു. സൗഖ്യമായി കർത്താവ് നമ്മളിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ എല്ലാ ബന്ധനങ്ങളിലേക്കും കർത്താവിന്റെ കൃപ വരുന്നു. ഒരുമിച്ച് ചേർന്ന് ആരാധിക്കാം. വല്ലവൻ അവൻ വല്ലഭൻ, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ഒരിക്കൽ കൂടെ ചേർന്ന് പാടാം. ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, വല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, വല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ഈ സമയം നമ്മളിൽ അനേകരെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വിടുതൽ, നമ്മുടെ ദുഃഖങ്ങളിലേക്കും രോഗങ്ങളിലേക്കും കർത്താവ് കടന്നുകൊണ്ടിരിക്കുന്നു. വേഗം ദേവിക ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിയിടും. വേഗം ദേവി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, വല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, വല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, ഹല്ലേലൂയ ഹല്ലേലൂയ എന്നും ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ. വിടുതലായി വന്ന് നിറയണമേ, പ്രാർത്ഥനയുടെ അഭിഷേകമായി വന്ന് നിറയണമേ, അനുഗ്രഹമായി വന്ന് നിറയണമേ. എല്ലാ ജീവിത സാഹചര്യങ്ങളിലും അത്ഭുതകരമായ വിടുതൽ, വിമോചനം, അനുഗ്രഹം, ശക്തിയായി ഞങ്ങളിലെല്ലാം വന്ന് നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. മുട്ടുമടക്കി ഈശോയുടെ ആശീർവാദം, സൗഖ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ദൈവം തന്ന എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, സൗഖ്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ മുമ്പിൽ നമുക്കായിരിക്കാം. അനേകർക്ക് കർത്താവ് വിടുതൽ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ സാമ്പത്തികമായ തകർച്ചകളിൽ കഴിയുന്ന അനേകം മക്കളുടെ ജീവിതങ്ങളെ കർത്താവ് ഉയർത്തുന്നതായിട്ട് വെളിപ്പെടുത്തുകയുണ്ടായി. യേശുവിൽ ശരണം വെച്ച് ഈ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.